നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. കിടക്ക്. അച്ഛനിത് എവിടെ പോയതാ? ഞാൻ ആ ദേവൂട്ടിയെ കണ്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി പോയതാ. ആ കൊച്ചിന് നമ്മളെ കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. അത് ശരിയാ, ഞങ്ങൾ ആ കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതെ, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? അവളുടെ കയ്യിൽ ഒരു മോതിരം കിടപ്പുണ്ട്. ആ മോതിരം അവളുടെ വിരലിലുള്ളതുകൊണ്ടാ അവൾക്ക് നമ്മുടെ സംശയവും ഭയവും ഒക്കെ തോന്നുന്നേ. അല്ല, അച്ഛനോട് ആര് പറഞ്ഞു? അത് ഞാൻ വേറൊരു വഴിക്ക് അറിഞ്ഞതാ. പക്ഷെ അത് സത്യമാണെന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടു. എങ്കിലത് ആ കുട്ടിക്ക് ദോഷാവില്ലേ? പിന്നല്ലേ, എത്രയും പെട്ടെന്ന് ആ മോതിരം അവളുടെ കയ്യിൽ നിന്ന് ഊരി വാങ്ങണം. അതെങ്ങനെ സാധിക്കും അച്ഛാ? അതിനൊക്കെ വഴിയുണ്ട്. നീ അവളുമായിട്ട് നല്ല കൂട്ടാണല്ലോ. ഞാൻ നിനക്കൊരു സ്വർണ്ണ മോതിരം വാങ്ങിത്തരാം. നീ അത് അവൾക്ക് കൊടുത്തിട്ട് ആ മോതിരം നീ ഊരി വാങ്ങണം. എങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ചേച്ചിയുടെ അനാവശ്യ പേടിയും സംശയമൊക്കെ മാറിയ അത് നല്ലത് തന്നെയാ. അത് നേരാടാ മോനെ. അവളെപ്പോലൊരു പാവം കുട്ടിക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്തൊന്നും ആവൂല്ലോ. നിങ്ങൾ എന്നാ മോതിരം വാങ്ങാനുള്ള ഏർപ്പാട് ചെയ്യും. വാങ്ങാം, ഉടനെ വാങ്ങാം. ഘോര പറഞ്ഞത് സത്യമാണല്ലോ. ആ ഭസ്മം ഉള്ളിൽ ചെന്നപ്പോ കിഷൻ പോലും എന്നെ വിശ്വസിച്ചു തുടങ്ങി. ഘോരയുടെ പ്രയോഗമേറ്റു. പക്ഷെ അവളും കൂടി കഴിച്ചിരുന്നെങ്കിൽ മോതിരം ഇപ്പൊ തന്നെ ഊരി വാങ്ങായിരുന്നു. ഇനി അല്പം കുറുക്കു വഴി പ്രയോഗിച്ചാലും ഉടനെ തന്നെ മോതിരം കിട്ടുമല്ലോ. കിഷൻ ചോദിച്ചാൽ അവൾ കൊടുക്കുകയും ചെയ്യും. നിർമ്മലമായ മനസ്സുകളെ പോലും പാപപങ്കിലമാക്കുന്ന തമോ ശക്തികളെ ഈ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. സംഹാരം ഒടുവിലത്തെ പോംവഴിയാണ്. നീചകർമ്മങ്ങൾ കൊണ്ട് അശുദ്ധമായ മനസ്സിനെ വിമുലീകരിക്കുകയാണ് ആദ്യം വേണ്ടത്. മഹാഭക്തയായ ആ ബാലികയെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന അസുര ശക്തികൾക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കണം നമുക്ക്. ഇനിയും അതിന് കാലതാമസമരുത്. ഭക്തയായ ശിവപ്രിയയുടെ പരീക്ഷണഘട്ടത്തിന്റെ പാരമ്യതയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പരിണിത ഫലം എന്തായിരിക്കുമെന്ന് നമുക്കറിയാം. എങ്കിലും അസുരശക്തികൾ അതിനു മുമ്പേ അവളെ അപായപ്പെടുത്താൻ അവസരം കാത്തിരിപ്പുണ്ട്. ത്രികാലജ്ഞാനിയായ മഹാദേവന്റെ കൃപാകടാക്ഷം അവളിൽ ഉള്ളപ്പോ ഒരു തമോ ശക്തിക്കും അവളെ അസ്ഥിരപ്പെടുത്താൻ കഴിയില്ല. ജഗദാംബയായ മൂകാംബികാംബയുടെ പവിത്രമായ ഈ മണ്ണിൽ ഒരു നീചശക്തിക്ക് നിലനിൽപ്പുണ്ടാവില്ല. ആ സത്യം അസുരശക്തി കൈയാളുന്നവർക്ക് ഉടനെ തന്നെ ബോധ്യമാവും. അതെ, ശിവനും ശക്തിയും ഒത്തുചേർന്നുള്ള ദുഷ്ടനിഗ്രഹത്തിന് സമയമായി. മോള് പറഞ്ഞതാവും സത്യം. ആ പാവം കുഞ്ഞിനെ രക്ഷിക്കാൻ അമ്മ മൂകാംബിക തന്നെയാവും അങ്ങനെ ഒരു ഡോക്ടറുടെ മുമ്പിൽ അവളെ എത്തിച്ചത്. അല്ലെങ്കിൽ ദൂരെ ഏതോ നാട്ടിൽ നിന്ന് അവർക്കിവിടെ വരാനും ദിവസങ്ങളോളം ഇവിടെ ചെലവഴിക്കാനും തോന്നേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം ദേവിയുടെ തീരുമാനങ്ങളാവും. അമ്മേ,
മോളെ, ഒരു തട്ടവും ബാക്കി കാശിന് കുറച്ച് പൂക്കളും വേണം. മോൾക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ? കഴിഞ്ഞൊന്നും മനസ്സിൽ വെച്ചേക്കില്ലേ മോളെ? എൻ്റെ അറിവുകേടും പ്രാരാബ്ദവും കൊണ്ട് അങ്ങനെ പറ്റിപ്പോയതാ. ആ നെറികെട്ടവൻ കുറച്ച് കാശ് തന്നപ്പോഴേ എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. അതിനുള്ള ശിക്ഷ മൂകാംബിക അമ്മ എനിക്ക് തന്നല്ലോ. ദാ ഈ തട്ടം കൊണ്ടുപോയി ആ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് മാപ്പപേക്ഷിക്കാൻ പോവുകയാ ഞാൻ. അത്രയ്ക്ക് മഹാപാവമല്ലേ ഞാൻ ചെയ്തേ. ഇനി എത്ര കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വന്നാലും കാശിന് വേണ്ടി നെറികെട്ട ഒരു കാര്യത്തിനും ഞാൻ കൂട്ടു നിൽക്കൂല. സാക്ഷാൽ ദേവിയാ എൻ്റെ കണ്ണു തുറപ്പിച്ചത്. ഇനി മോൾക്ക് എന്താവശ്യം വന്നാലും എന്നോട് പറയാൻ മടിക്കരുത്. അങ്ങനെയെങ്കിലും ഞാൻ ചെയ്തു പോയ മഹാപാവത്തിന് ഒരു പ്രായച്ചിത്തമാവുമല്ലോ. എന്താ സുകുമാര, താൻ വീണ്ടും ദൈവത്തോട് മാപ്പ് പറയാൻ വന്നയാണോ? അതോ വല്ലവന്റെയും കയ്യിൽ നിന്ന് അച്ചാരവും പറ്റി പുതിയ വല്ല പദ്ധതിയായിട്ടുള്ള വരവാണോ? എൻ്റെ പൊന്നു കുമാരേട്ടാ, ശവത്തി കുത്തല്ലേ. കുറച്ച് കാശ് കണ്ടപ്പോ എൻ്റെ മനസ്സൊന്നാടിപ്പോയി. ഈ പാവത്തിനെ ദ്രോഹിക്കാൻ കൂട്ടുന്നതിനുള്ള ശിക്ഷ മൂകാംബി അമ്മ എനിക്ക് തന്നല്ലോ. ഇനി ഈ ജന്മത്ത് എത്ര കോടി തരാന്ന് പറഞ്ഞാലും ആരെയും ദ്രോഹിക്കാനും പറ്റിക്കാനും ഞാൻ കൂട്ടുനിൽക്കില്ല. എൻ്റെ മൂകാംബി അമ്മയാണ് സത്യം. അങ്ങനെ നല്ല വഴിക്ക് നടക്കാൻ നോക്കിയാൽ തനിക്ക് കൊള്ളാം. അല്ലെങ്കിൽ അതിനുള്ള കൂലി അപ്പൊ തന്നെ കിട്ടുമെന്ന് തനിക്ക് മനസ്സിലായല്ലോ. അയ്യോ, എനിക്ക് മനസ്സിലായേ. ദേവി, അടിയനോട് പൊറുക്കണേ. പൈസ ഏതാ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താ കുമാരേട്ടാ, എന്താ കാര്യം? അയാളെന്തിനാ ദേവൂട്ടിയോട് മാപ്പൊക്കെ ചോദിച്ചത്? എന്താ അയാളുമായിട്ടുള്ള പ്രശ്നം? നിങ്ങളിങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കാതെ കാര്യം എന്താന്ന് പറ. ഒന്നും തന്നെ അറിയിക്കേണ്ടെന്ന് ദേവൂട്ടി പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇതേപ്പറ്റി ഒന്നും തന്നോട് പറയാതിരുന്നത്. അന്ന് താൻ ദേവൂട്ടിയുമായിട്ട് വീട്ടിലേക്ക് പോയത് ഈ പോയ സുകുമാരന്റെ ഓട്ടോയിൽ തന്നെ ആയിരുന്നില്ലേ? അതെ, അയാളുടെ ഓട്ടേ തന്നെയാ ദേവൂട്ടി തിരിച്ചും പോയത്. ആ, അതിനിടയില് ആരും അറിയാതൊരു സൂത്രപ്പണി ഇയാൾ ഒപ്പിച്ചു. തന്റെ മോന്റെ ഒരു ചങ്ങാതി ഉണ്ടല്ലോ, കള്ളും കഞ്ചാവും ഒക്കെ അടിച്ച് നടക്കുന്ന ഒരു വഴിപിടിച്ചൊരു ചെറുക്കൻ.